പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ കുഴപ്പക്കാരുടെ പട്ടിക സ്റ്റേ ചെയ്ത് കൽക്കത്ത ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് നിയമം മറികടന്ന് ഏകപക്ഷീയ വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന് കോടതിയുടെ നിരീക്ഷണം. 800 പേർ ഉൾപ്പെട്ട പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയത്. ശ്യാം ദേവരാജ് വിശദാംശങ്ങൾ നൽകും. ശ്യാം, കോടതിയുടെ നടപടിയുടെ പിന്നിലെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബൂത്തുകളിലെ സുരക്ഷ പരിഗണിച്ച് ഒരു കുഴപ്പക്കാരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇതിൽ ഏതാണ്ട് 800 പേർ ഉൾപ്പെട്ട പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയത്. ഈ പട്ടികയാണ് കൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇന്ന് തടഞ്ഞത്. ഇതിൽ ഹൈക്കോടതി നിരീക്ഷിച്ച കാര്യം തെരഞ്ഞെടുപ്പ് നിയമം മറികടന്ന് ഏകപക്ഷീയമായ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല എന്നതാണ്. ഈ പട്ടികയിൽ മിക്കവാറും ഉണ്ടായിരുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരുമാണ്. മാത്രമല്ല ഇതിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നതായിരുന്നു ഈ ഹർജിക്കാരൻ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. പ്രധാനമായും MLA-മാരും MP-മാരും ഉൾപ്പെടെയുള്ളവരെയാണ് കുഴപ്പക്കാരെന്ന് കണ്ടെത്തിയത്. അത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണെന്ന് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിൽ ഇവരെ പ്രശ്നക്കാരായി മുദ്രകുത്തി ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഈ രീതിയിലുള്ള ഒരു ഉത്തരവ് ഇറക്കുകയും ചെയ്തത്. ഇന്ന് ഈ ഉത്തരവ് ഏതാണ്ട് ജൂൺ മാസം അവസാനം വരെ, അതായത് ഇനി ഈ ഹർജി പരിഗണിക്കുന്നത് വരെയാണ് ഈ ഉത്തരവ് നടപ്പാക്കുന്നത് തടയുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് സമയത്ത് സമാധാനം ഉറപ്പാക്കാനായാണ് പോലീസ് നടപടികൾക്ക് നിർദ്ദേശം നൽകുന്നതിന്റെ ഭാഗമായി കമ്മീഷൻ ഈ ലിസ്റ്റ് തയ്യാറാക്കിയത്. എന്നാൽ കൃത്യമായ നിയമസാധ്യത ഇല്ലാതെ ആളുകളെ ഇങ്ങനെ മുദ്രകുത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് വ്യക്തമാക്കിയത്. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.